ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അലീന നീ ശരണ്യോട് പോയി സംസാരിക്കണം. നമ്മുടെ രോഹിത്തിനെ രക്ഷിച്ചെടുക്കണ്ടേ? അവൻ നിരപരാധിയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ശിക്ഷ അനുഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അത് അച്ഛാ, അതെങ്ങനെ ഞാൻ പോയി പറയും? അവളെ സ്വാധീനിക്കാൻ ചെല്ലുന്നതാണെന്നാണ് അല്ലെങ്കിൽ തന്നെ അവളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിചാരിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചോദിക്കുന്നത് ശരിയാണോ? അവൾക്ക് എന്താ തീരുമാനം? അവൾ ധൈര്യത്തോടു കൂടി പറയാൻ തയ്യാറാവുന്നെങ്കിൽ ആവട്ടെ അച്ഛാ, ഞാനായിട്ട് അവളെ നിർബന്ധിക്കില്ല. പക്ഷേ മോളെ, നിൻ്റെ കൂടപ്പിറപ്പല്ലേ രോഹിത്ത്, അത് നിനക്ക് ഓർമ്മ വേണം. അതെനിക്ക് ഓർമ്മയുണ്ട് അച്ഛാ, അത് ഞാൻ എന്തിനാ മറക്കുന്നത്? പക്ഷെ അവൾ ആരാ? അവളെൻ്റെ അനിയത്തിയല്ലേ? അവളെയും ഞാൻ എന്തിനാ അവിടെ ചെല്ലുന്നത്? അവളെ പഴയ രീതിയിൽ നല്ലപോലെ കൈ പിടിച്ചുയർത്തി അവൾ ധൈര്യത്തോടു കൂടി സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കണം. അതാണ് എൻ്റെ ആവശ്യം. ഞാൻ അതിനു വേണ്ടിയാണ് അച്ഛാ അവിടെ ചെല്ലുന്നത്, അല്ലാതെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടല്ല. സത്യം എന്നായാലും പുറത്ത് വരേണ്ടതാണ്. അത് അവൾ തന്നെ പറയേണ്ടതാ. ഇനി ഒരു പക്ഷേ ഞാനായിട്ട് പറഞ്ഞ് തിരുത്തിയാലും അവൾ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും അലീന, നീ എന്നാലും അവളൊന്ന് കാണണം, ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണം. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടണ്ടല്ലോ എന്നെങ്കിലും നീ ചിന്തിക്കണം. ശരി, അച്ഛന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ പോവാം. പക്ഷേ രോഗത്തിനെ രക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് ഞാൻ കുറച്ചും കൂടെ ധൈര്യം കൊടുക്കും. ആ ധൈര്യത്തിൽ അവൾ സ്വയമേ പറയുവാണെങ്കിൽ മാത്രം പറയട്ടെ. ശരി, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്. അങ്ങനെയാണ് നമ്മുടെ അലീന വീണ്ടും ശരണ്യെ കാണാനായിട്ട് ആ കോളനിയിലേക്ക് പോകുന്നത്. പോകുന്ന വഴി തന്നെ ആൾക്കാർ ഒന്ന് രണ്ട് പേരൊക്കെ അലീനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് വന്ന് ചോദിക്കുക, കൊച്ചേ, നീ അവിടുത്തെ ആ പീഡന കേസിലെ പ്രതിയുടെ വീട്ടിലെ ജോലിക്കാരിയല്ലേ? അതെ. ഇടയ്ക്ക് നീ ഇവിടെ വന്ന് പോകുമായിരുന്നില്ലേ? അതെ. അല്ല, ഇന്നിപ്പോൾ നീ എങ്ങോട്ടാണ് ഇതുവഴി പോകുന്നത്? അല്ല, ഞാൻ ശരണ്യെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിലേ ഇനി കൊച്ചങ്ങോട്ട് പോകണ്ട കേട്ടോ. അതെന്താ കാര്യം? അവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണ്. കൊച്ചു വരുന്നതും പോകുന്നതും ഒക്കെ ഇവിടെ ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. സംഘടനയിലെ ആൾക്കാർ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി. ഇനി നിന്നെ അങ്ങനകത്ത് കയറ്റത്തില്ലെന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. കൊച്ചു തിരിച്ചു പൊക്കോ. അങ്ങനെ പറ്റില്ലല്ലോ, എനിക്ക് അവളെ കണ്ട് തന്നെ ആവണം. ഞാൻ അവളെ കാണാൻ വരുന്നത് വേറൊന്നിനും അല്ലല്ലോ. അവളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നടത്തിക്കാനും വേണ്ടി മാത്രമാണ്. അവൾക്കൊരു ധൈര്യം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ സ്വാധീനിക്കാനും ഒന്നും അല്ലല്ലോ. അത് കൊച്ചു പറയുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ അവസ്ഥ മോശമാവും കേട്ടോ. സൂക്ഷിച്ചും കണ്ടും വേണം ചെന്ന് കയറാൻ. പക്ഷേ അതൊക്കെ അവഗണിച്ചും കൊണ്ട് അലീന നേരെ പോവാം. അപ്പോഴാണ് അലീന ഒരു കാര്യം ഓർത്തത്. മനു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കോളനിയിലേക്ക് ചെന്ന് കയറുമ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എന്നെ ഒന്ന് അറിയിച്ചിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അലീനയും വിചാരിക്കുന്നുണ്ട്, മനുവേട്ടനെ വിളിച്ച് കാര്യം പറയാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. അങ്ങനെ മനുവിനെ വിളിച്ചിട്ട് പറയാണ്, ഞാനിവിടെ ശരണ്യെ കാണാൻ വേണ്ടി കോളനിയിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല. ഞാനിപ്പോൾ അവിടെ ചെല്ലാൻ, അവളെ കാണാൻ ചെല്ലുന്നത് ഇഷ്ടമല്ല എന്ന് ഇവിടെ നാട്ടുകാർ പലരും പറഞ്ഞിട്ടുണ്ട്. മനുവേട്ട, ഇതുവരെയും പ്രശ്നമില്ല. ഞാൻ എന്തായാലും പോവാം. ഇപ്പം ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, അച്ഛന് വേണ്ടിയിട്ടാണ്. ആ അങ്കിൾ എന്താ പറഞ്ഞത്? രോഹിത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ പറയുമോ? ഞാൻ മനുവേട്ടനോട് സത്യം പറയാം. രോഹിത്തിന് വേണ്ടിയിട്ട് വാദിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അവനെ രക്ഷിക്കാൻ പറയാൻ ഞാൻ പോകത്തില്ല. എന്നാലും അലീനയെ, നിൻ്റെ കൂടപ്പുറപ്പല്ലേ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അലീന, ശരണ്യ എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന പ്രശ്നം ഞാൻ അവളുടെ കൂടെയാണ്. പിന്നെ ഞാനിപ്പോൾ പോകുന്നത് അച്ഛന് വേണ്ടിയിട്ടാണെങ്കിലും രോഹിത്തിന് വേണ്ടി മൊഴി മാറ്റി പറയാനൊന്നുമല്ല. എങ്ങനെയെങ്കിലും അവൾക്ക് കുറച്ചുകൂടി ധൈര്യം കൊടുക്കണം. ആ ധൈര്യത്തിൽ അവൾ പറഞ്ഞോട്ടെ, അതാണ് വേണ്ടത്. ശരി മനുവേട്ടാ, ഞാൻ എന്തായാലും തിരിച്ചിറങ്ങുമ്പോഴും വിളിച്ചേക്കാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ അലീന നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും സംഘടനയിലെ ആൾക്കാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. കാരണം അലീന ആ കോളനിക്കകത്ത് കയറിയപ്പോൾ തന്നെ പലരും കണ്ടല്ലോ. അവർ ഫോൺ വിളിച്ച് എല്ലാവരും അറിയിച്ചിട്ടോ. അങ്ങനെ ഗോപനും മുന്നോട്ട് ഇറങ്ങി നിൽപ്പുണ്ട്, നമ്മുടെ ശരണ്യയുടെ സഹോദരൻ. വന്ന പാടെ തന്നെ അലീനോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ? ഞാൻ ശരണ്യെ കാണാൻ വന്നതാ. ഇതിനകത്ത് നീ കയറി പോകരുത്. ശരണ്യ നീ കാണണ്ട. അതെന്താ ഗോപ അങ്ങനെ പറയുന്നത്? ഞാനല്ലേ അവളെ പിടിച്ച് നടത്തിച്ചതും അവൾക്ക് ധൈര്യം കൊടുത്തതും ഒക്കെ. അവളെ കാണാനുള്ള അവകാശം എനിക്കില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വേറെ ഒരു സ്വാധീനിക്കാനോ കാശ് കൊടുക്കാനോ അങ്ങനെയൊന്നും അല്ല വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോപം പറയുന്നുണ്ട്, നിൻ്റെ സഹായമൊന്നും ഇവിടെ വേണ്ട, നീ പൊക്കോ, ഇത്രത്തോളം മതിയായി. നിങ്ങൾ എന്താ ഈ പറയണത്? ഇതെല്ലാം ശരണ്യ അകത്ത് നിന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് സംഘടനയിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാടി ഇപ്പോൾ ഇവിടെ വന്നത്? നീ ആ വീട്ടിലെ ജോലിക്കാരിയല്ലേ? അവൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത്. എങ്ങനെയെങ്കിലും ആ കൊച്ചിൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം അല്ലേ? അതാണ് വേണ്ടത്. ഞങ്ങളതിന് സമ്മതിക്കത്തില്ല. പ്രതികളെല്ലാവരും ഇതിൽ ഉൾപ്പെട്ടവർ തന്നെയാണ്. എല്ലാവർക്കും നല്ല ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്ത് പറയാൻ? അവളെ
ഞാനിവിടെ കാണാൻ വരുന്നത് സ്വാധീനിക്കാനൊന്നുമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവൾ വലിയൊരു വീഴ്ചയിൽ പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കരകയറ്റിയത് ഞാനാണ്. അവളെ നടത്തിച്ചതും ധൈര്യം കൊടുത്തതും ഒക്കെ. അവൾ നല്ല പഠിച്ച് മിടുക്കിയായി സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി വരണ്ടേ? അതല്ലേ നമുക്ക് വേണ്ടത്. ഉടനെ അവന്മാർ പറയാ കേട്ടോ, അതെ അങ്ങനെ അവൾ സമൂഹത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരണ്ട. അവൾ ഈ കോളനിയുടെ കണ്ണീരായിട്ട് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ അവൾക്ക് വേണ്ടി പിരിവൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അവൾക്കൊരു ഗവൺമെൻറ് ജോലി വേണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് നടക്കണം. അതിനിടയിൽ കൂടെ എന്തെങ്കിലും മുട്ടാമുട്ട തായങ്ങളും പറഞ്ഞ് കൊച്ചിങ്ങോട്ട് വന്നേക്കില്ലേ? അപ്പോൾ അതാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? അവൾക്ക് വേണ്ടി പിരിക്കണം, പൈസ പിരിക്കണം, അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇതൊക്കെയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോഴാണ് ശരണ്യ ഇതെല്ലാം കേട്ട് ശരണ്യക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രതികരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇത്രയും ആളുകൾ, അച്ഛൻ, സഹോദരന്മാർ, അവരുടെ മുന്നിൽ എന്ത് പറയാൻ പറ്റും? എന്നാലും അലീന പറയണ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. അവസാനം എനിക്ക് ശരണ്യെ കണ്ടേ പറ്റുള്ളൂ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ എന്ന് പറഞ്ഞ് അലീനെ അങ്ങോട്ട് കയറാൻ പോകുമ്പോൾ ആൾക്കാർ പറയാം, എടാ അവളുടെ കൈ പിടിച്ച് പുറത്ത് വലിച്ച് ഇറക്കടാ, അകത്ത് കയറല്ലെന്ന് പറഞ്ഞാൽ കയറരുത് എന്ന് പറയുമ്പോൾ ഗോപന് ദേഷ്യം വരണം കേട്ടോ. അപ്പം ഓടിപ്പോയി ആ പയ്യൻ അലീനയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വലിച്ച് തള്ളിയിടാൻ പോവാണ്. ആ സമയത്ത് ശരണ്യ ഇറങ്ങി വരണം കേട്ടോ. ഏട്ടാ നിക്ത്ത്, ഒന്നും ചെയ്യല്ലേ ചേച്ചി എന്ന്. അങ്ങനെ എല്ലാവരും ശരണ്യ അന്തം വിട്ട് നോക്കുക കേട്ടോ. അച്ഛനൊക്കെ നോക്കുക. അവൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് പറയുകയാണല്ലോ, ദേ അലീന ചേച്ചി ഒന്നും ചെയ്യരുത്, വിട്ടേക്ക്, വിടാനല്ലേ പറഞ്ഞത്. അങ്ങനെ ഗോപൻ ആ കൈ വിടുക. ചേച്ചി തൽക്കാലം പൊക്കോ, എന്നെ ഇനി കാണാൻ വരണ്ട കേട്ടോ. എന്താ മോളെ അങ്ങനെ പറയരുത്. ഞാനല്ലേ നിന്നെ ഇത്രത്തോളം നടത്തിച്ചതും ധൈര്യം തന്നതും നിന്നെ ഇരുട്ട് മുറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതും. എന്നെ നിനക്ക് കണ്ടെന്നാണോ മോളെ? ഞാൻ നിന്നെ സ്വാധീനിക്കാനോ മറ്റുള്ള കാര്യത്തിനോ വന്നതല്ല. നിനക്കറിയാലോ. അവൾ വലിയ മദർ തെരേസ എന്ന് പറഞ്ഞ് നാട്ടുകാർ കൂടുതൽ എല്ലാവരെയും സഹായിക്കാൻ നടക്കുന്നു. നീ നിൻ്റെ കാര്യം നോക്കടി, അവിടെ പോയി വീട്ടു ജോലിക്കാരി ചെയ്താൽ പോരെ, മദർ തെരേസയായിട്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ കളിയാക്കട്ടോ. അപ്പം ശരണ്യക്കാണെങ്കിൽ സമാധാനം കിട്ടാവില്ലെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി പൊക്കോ, എനിക്ക് ചേച്ചീനെ ഇനി കാണണ്ട, ചേച്ചി പൊക്കോ, ചേച്ചി ഇനി എന്നെ കാണാനും വരണ്ട എന്ന് പറഞ്ഞ് ശരണ്യ അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ ഓടി വന്നിട്ട്, എടി നിന്നോട് ആരാടി പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട്? കയറിപ്പോടി മുറിക്കകത്ത്, നിങ്ങൾ വന്നേക്കുന്നു എന്ന് പറഞ്ഞ് ശരണ്യനെ പിടിച്ച് വലിച്ചും കൊണ്ട് അച്ഛൻ അങ്ങ് പോവാണ്. അകത്ത് ചെന്ന് തരുന്ന ശരണ്യയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് കരയാട്ടോ. അവസാനം അലീന തിരിഞ്ഞു പോവാണ്. ഇപ്പം നിന്നിട്ട് കാര്യമില്ല, അവളും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പോകുന്ന സമയത്ത് തിരിഞ്ഞ് നിന്നിട്ട് 2 വർത്തമാനം പറയണമല്ലോ. എന്നിട്ട് ആ സംഘടനയിലെ ആൾക്കാരോട് നിവർന്ന് നിന്ന് അലീന പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്താ? അവൾ രക്ഷപ്പെടരുത്, അവൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തണം, കുറേ പൈസ സമ്പാദിക്കണം, അതൊക്കെയാണ് നിങ്ങളുടേത്. അല്ലാതെ അവളെ സമൂഹത്തിൻ്റെ മുന്നിൽ പഴയതെല്ലാം മറന്ന് ധൈര്യം കൊടുത്ത് നല്ലൊരു കുട്ടിയായിട്ട് മുന്നോട്ട് ഇറക്കണമെന്ന് നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അതെനിക്ക് മനസ്സിലായി. അവളെ രക്ഷിക്കാനല്ല നിങ്ങൾ നോക്കുന്നത്, ശിക്ഷിക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങ് പോവാട്ടോ. അപ്പോൾ തന്നെ ഉമാർക്ക് ദേഷ്യം വരിക. ഇവളെ വെറുതെ വിടാൻ പാടില്ല, 2 കൊടുത്തിട്ട് വേണം വിടാനുള്ളതായിരുന്നു. പോട്ടെ സാരയില്ല. അങ്ങനെ അലീന വല്ലാത്ത വിഷമത്തിൽ നേരെ വീട്ടിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കൃഷ്ണമ്മോള് ചോദിക്കുന്നത്, എന്താ ചേച്ചി, എന്താ പറ്റിയേ? വിഷമം പോലെ ഇരിക്കണല്ലോ. പോയ കാര്യമൊന്നും നടന്നില്ലടി, കാരണം ശരണ്യെ കാണാൻ പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. എന്താ കാര്യം? അവർ സമ്മതിച്ചില്ല. അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശരണ്യെ കാണേണ്ട കാര്യമൊന്നുമില്ലയെന്ന്. എനിക്ക് കാണാൻ പറ്റിയില്ല, അവൾ എന്നെ വന്ന് കണ്ടിരുന്നു, ഇനി കാണാൻ ചെല്ലണ്ടെന്ന് അവളും പറഞ്ഞു. ആണോ ചേച്ചി? അത് കേട്ട് ബാലചന്ദ്രനും നല്ല വിഷമമുണ്ട്. ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടി നിന്നെ കയറ്റാതിരിക്കാൻ വേണ്ടി നീ എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും ചെയ്തില്ലല്ലോ, നീ പലതരം അവളെ കാണാനും പോയതല്ലേ. അച്ഛാ എനിക്കറിയില്ല, എനിക്ക് ചെറിയ സംശയമുണ്ട്. അന്ന് അവൾ എന്നോട് സത്യം പറയുന്ന സമയത്ത് അവളുടെ അനിയൻ ഓമനക്കുട്ടൻ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇനി അവനെങ്ങാനും വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്നെ അതിനകത്ത് കയറ്റാത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് പിന്മാറാൻ പറ്റുമോ മോളെ? രോഹിത് നിൻ്റെ സഹോദരനല്ലേ, അവൻ തെറ്റ് ചെയ്തില്ല എന്നറിയുമ്പോൾ നമുക്ക് അവനെ വെറുതെ വിടാൻ പറ്റുമോ? നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? അച്ഛാ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി, എന്താ ചെയ്യുക? ഈ ചെയ്യാൻ നമുക്ക് വഴിയുണ്ട്. അവസാനം അലീന വിചാരിക്കുന്നുണ്ട്, ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും അവൾ തന്നെ പറയണം ധൈര്യപൂർവ്വം. അതിനവരാരും സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുള്ളൂ. ആരാന്ന് വെച്ചാൽ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ പോയി കണ്ട ആ DYSP അലീനയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷിച്ചിറക്കിയ അദ്ദേഹത്തോട് പോയി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നമ്മുടെ രേവതിയെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ രോഹിത് നിരപരാധിയാണെന്നും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ ഗ്രേസമ്മയോടും മാമച്ചനോടും ഒക്കെ സത്യം പറയുകയാണ്, നമുക്ക് അവിടെ പോയി ഒന്നും കൂടി സംസാരിക്കണമെന്ന്. അങ്ങനെ ആ DYSP വീണ്ടും കാണാൻ അവർ പോവാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലെ പയ്യൻ നിരപരാധിയാണെന്ന് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് 1000
കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ഇപ്പോൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ എന്നിങ്ങനെ അയാൾ പറയണം കേട്ടോ. അങ്ങനെ ആ ശരണ്യരെ അമ്മയും അച്ഛനെയും അതുപോലെ തന്നെ സംഘടനയിൽ ആ വുമൺസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ഒരു ലേഡി അവിടെ വരുമായിരുന്നല്ലോ, അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ എല്ലാവരുടെ നിർബന്ധപ്രകാരമാണ് ശരണ്യ ആ പയ്യൻ്റെ പേര് പറഞ്ഞതെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി. അതോടുകൂടി അവരെല്ലാവരും വിരട്ടി നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണോ ആ കുട്ടിയെ ഈ ഇതിലേക്ക് പറയാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചത്? നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഇതിനകത്ത് തള്ളി വലിച്ചിടുന്നത് ശരിയാണോ? ഇത് എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയോ? സത്യം തുറന്നു പറയണം കോടതിയിലെ മുന്നിൽ. അതിന് നിങ്ങൾ മോളെ പഠിപ്പിക്കണം, പ്രേരിപ്പിച്ചേ പറ്റൂ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, പക്ഷേ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പയ്യന് ഉറപ്പായിട്ടും ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ശരണ്യയുടെ അച്ഛനെയൊക്കെ വിളിച്ച് പോലീസ് ഉപദേശിക്കാൻ കേട്ടോ കാര്യങ്ങളൊക്കെ. അവർക്കും അത് ബോധ്യമാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്